സ്റ്റാർട്ടിംഗ് 11 മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഡ്യൂറാൻഡ് കപ്പ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളുടെ ഫിക്സ്ചേഴ്സ് 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ബ്ലാസ്റ്റേഴ്സിന്റെ ക്വാർട്ടർ ഫൈനൽ എതിരാളി ബംഗളൂരു എഫ് സി ആണെന്ന് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ് സിയും തമ്മിലുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന്റെ ഒരു ചെറിയ അനാലിസിസ് വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 4ാം ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലാണ് ബംഗളൂരു എഫ് സിയും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഏറ്റുമുട്ടുക. ഓഗസ്റ്റ് 21 തീയതി വൈകിട്ട് 7 മണിക്ക് കൊൽക്കത്തയിലെ വിവേകാനന്ദ യുവ ഭാരതി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. നല്ല വാശിയേറിയ ഒരു സദേൺ ഡെർബി തന്നെയായിരിക്കും ആ ക്വാർട്ടർ ഫൈനലിൽ അരങ്ങേറുക. ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിൽ ബംഗളൂരു എഫ് സി എന്ന് കേൾക്കുമ്പോൾ ഒരു വാശിയുടെയും പകയുടെയും ഒരു ചിത്രം തന്നെയായിരിക്കും ആദ്യം തന്നെ പതിയുക. കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറാൻഡ് കപ്പിൽ ഈ 3 മത്സരങ്ങൾ കളിച്ചെങ്കിലും ഒരു യഥാർത്ഥ പരീക്ഷണമായി വരുന്ന മത്സരം ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സി മത്സരമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ 3 മത്സരങ്ങൾ കളിച്ചെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തെ വെല്ലുവിളിക്കാൻ തരത്തിലുള്ള ഒരു മുന്നേറ്റങ്ങളും മറ്റു ടീമുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലേക്ക് കടക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തെ വെല്ലുവിളിക്കാൻ തരത്തിലുള്ള മുന്നേറ്റ നിരയാണ് ബംഗളൂരു എഫ് സിക്കുള്ളത്. ബംഗളൂരു എഫ് സി തങ്ങളുടെ ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങൾ വിജയിച്ചു ഗ്രൂപ്പ് ചാമ്പ്യന്മാരുമായി. അവരുടെ മുന്നേറ്റ നിരയാണ് ശക്തം. ഹോർഹെ പെരാരാഡായസും റയാൻ വില്യംസും ആൽബർട്ട് ഒലിവേരയും അടങ്ങുന്ന മുന്നേറ്റ നിരയാണ് അവർക്കുള്ളത്. ആക്രമിച്ച് കളിക്കുന്ന ടീം തന്നെയാണ് ബംഗളൂരു എഫ് സി. ബ്ലാസ്റ്റേഴ്സിനെതിരെ ക്വാർട്ടർ ഫൈനലിലേക്ക് വരുമ്പോൾ അവർ ഏത് ഗെയിം പ്ലാൻ ഉപയോഗിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്നാൽ ക്വാർട്ടർ ഫൈനൽ മത്സരം ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തെ പരീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു മത്സരം തന്നെയാണ് ബംഗളൂരു എഫ് സി ആയിട്ടുള്ളത്. ഇപ്പോൾ പ്രതിരോധത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു മാറ്റം തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ മിലോസ് ബ്രിങ്കിച്ചിന് പകരം മിക്കാൽ സെഹ്റ, അലക്സാണ്ടർ കോഫിന് സ്ഥാനം കൊടുത്തേക്കാനും സാധ്യതകളേറെയുണ്ട്. എന്നാൽ ക്വാർട്ടർ ഫൈനൽ മത്സരം ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തെ പരീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു മത്സരം തന്നെയാണ് ബംഗളൂരു എഫ് സി ആയിട്ടുള്ളത്. ഇപ്പോൾ പ്രതിരോധത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു മാറ്റം തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ മിലോസ് ബ്രിങ്കിച്ചിന് പകരം മിക്കാൽ സെഹ്റ, അലക്സാണ്ടർ കോഫിന് സ്ഥാനം കൊടുത്തേക്കാനും സാധ്യതകളേറെയുണ്ട്. ഈ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ 3 ഗ്രൂപ്പ് ഘട്ട മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലായിരുന്നു പിഴവുകൾ നമ്മൾ കണ്ടത്. ഒരുപക്ഷെ ഈ പിഴവുകളിലെല്ലാം പരിഹരിച്ചിട്ടായിരിക്കും മിക്കാൽ സെഹ്റ ബ്ലാസ്റ്റേഴ്സിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് ഒരുക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ് സിയും തങ്ങളുടെ ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. എന്നാൽ ഗോൾ സ്കോർ ചെയ്യുന്നതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് മുമ്പിൽ. ഈ ഒരു ഗോൾ സ്കോറിംഗ് മെന്റാലിറ്റി ക്വാർട്ടർ ഫൈനലിൽ ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.